നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. നാർസിസിസ്റ്റ് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. പാലക്കാട് ഒരു പാരലൽ കോളേജിൽ ജോലി ചെയ്യുമ്പോഴാണ് അരുന്ധതി രവിശങ്കറെ പരിചയപ്പെടുന്നത്. അവിടെ രണ്ടുപേരും മലയാളം വിഭാഗം അധ്യാപകരായിരുന്നു. നന്നായി എഴുതാനും പ്രസംഗിക്കാനും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അരുന്ധതി. ഇംഗ്ലീഷ് ഭാഷയിലും ടീച്ചർക്ക് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. രവിശങ്കർ അതുപോലെയോ അതിനൊരുപടി മുകളിലോ ഉള്ള കഴിവുള്ള ആളാണെങ്കിലും ഒരു അന്തർമുഖിയായിരുന്നു. സത്യത്തിൽ അരുന്ധതിയാണ് രവിശങ്കരെ ഒരു പരിധിവരെ ബഹിർമുഖനാക്കിയത്. പതിയെ പതിയെ സൗഹൃദം പ്രണയത്തിലേക്ക് തെന്നിമാറി. ഒടുവിൽ പ്രണയം കുട്ടികൾക്കിടയിൽ പാട്ടായി. പക്ഷെ ഭാഗ്യത്തിന് അരുന്ധതിക്ക് അപ്പോഴേക്ക് ഗവൺമെൻറ് കോളേജിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുകയും മലപ്പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. എഴുത്തും വായനയും പഠിപ്പിക്കലുമൊക്കെയായി രവിശങ്കർ പാലക്കാട് തന്നെ തുടർന്നു. പക്ഷേ തമ്മിലുള്ള ദൂരം അവരുടെ പ്രണയം കൂടുതൽ ദൃഢമാക്കിയതല്ലാതെ ഒട്ടും കുറച്ചില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് രവിശങ്കർ പാലക്കാട് ജോലി ഉപേക്ഷിച്ച് അരുന്ധതിയുടെ ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു പത്രം ഓഫീസിൽ ജോലിക്ക് കയറി. വീട്ടുകാർ എതിർത്തെങ്കിലും അവർ ഒന്നിക്കാൻ തന്നെ തീരുമാനിച്ചു. സന്തോഷമായുള്ള ജീവിതത്തിനിടയിലും അവർ രണ്ടുപേരും എഴുത്തും വായനയും തുടർന്നു. നല്ലൊരു പ്രസംഗിക കൂടിയായിരുന്ന ടീച്ചറുടെ ചെറുകഥകൾ പല മാസികകളിലും അന്നേ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അയാൾ ടീച്ചറെ അതിൻ്റെ പേരിൽ പ്രശംസിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതിനകം രവിശങ്കറിൻ്റെ ആദ്യ നോവൽ പൂർത്തിയായി. അരുന്ധതിക്ക് അതിലെ ഓരോ വരിയും പരിചിതമാണ്. കാരണം അതിൻ്റെ തുടക്കം മുതൽ അരുന്ധതി അതിൻ്റെ ഭാഗമായിരുന്നു. പത്രത്തിലെ ജോലി അദ്ദേഹത്തിൻ്റെ നോവൽ പ്രസിദ്ധീകരണം വളരെ എളുപ്പമാക്കി. നോവൽ വളരെ വേഗം വായനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചു. രവിശങ്കറിന് അതൊരു വഴിത്തിരിവായി മാറിയിരുന്നു. തുടർന്ന് അദ്ദേഹം എഴുത്തിൽ മുഴുകി. അരുന്ധതി അദ്ദേഹത്തിൻ്റെ പല നോവലുകളും കഥകളും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ വായനക്കാരുടെ ലോകം വലുതാകാൻ തുടങ്ങി. അരുന്ധതിയാണ് അതിൽ ഏറ്റവും അധികം സന്തോഷിച്ചത്. അവരുടെ തർജ്ജമ കണ്ട പല വായനക്കാരും ടീച്ചറെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. പലരും സ്വയം എഴുതാൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. പക്ഷേ ടീച്ചർ ഒരു കുടുംബിനിയായി സന്തോഷം കണ്ടെത്തി. കോളേജ് അധ്യാപനത്തോടൊപ്പം തൻ്റെ കുഞ്ഞുമകളെ വളർത്തുന്ന തിരക്കിൽ കൂടിയായി അവർ. പ്രശസ്തനാകാൻ തുടങ്ങിയതോടെ രവിശങ്കർ മറ്റൊരാളായി തന്നെ മാറി. തൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടന്നിരുന്ന പല ദുശീലങ്ങളും തലപൊക്കി. മദ്യപാനവും പെൺവിഷയവും ശീലമാക്കി. അരുന്ധതി ആകെ അന്ധാളിച്ചുപോയി. സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഉപദേശിച്ചിട്ടും ഒന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ രവിശങ്കർ മറ്റൊരു സ്ത്രീയുടെ കൂടെ കുറച്ച് ദൂരെ താമസമാക്കി. ഭാര്യയെയും മകളെയും അയാൾ പാടെയും മറന്നുപോയി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ ഒരുമിച്ച് ജീവിതവും തുടങ്ങി. തുടർന്ന് അവർക്കൊരു മകനും ഉണ്ടായി. ഇതിനിടയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ രവിശങ്കർ എത്തിക്കഴിഞ്ഞിരുന്നു. അരുന്ധതി മകളെയും കൊണ്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി കോഴിക്കോടേക്ക് മാറി. മനസ്സ് കലുഷമാക്കാതെ ടീച്ചർ തൻ്റെ അധ്യാപനവും എഴുത്തും വായനയും മകളുമായുള്ള ലോകവും ആയി മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ അരുന്ധതി തൻ്റെ ആത്മകഥാപരമായ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതി പൂർത്തിയാക്കി. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി പല പ്രസാധകരെയും സമീപിച്ചെങ്കിലും ആരും അതിന് തയ്യാറായില്ല. പിന്നീടാണ് അതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ അവർ തിരിച്ചറിഞ്ഞത്. ടീച്ചർ എഴുതിയ ചെറുകഥകൾ പോലും പ്രസിദ്ധീകരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. പലതലത്തിലും പ്രത്യേകിച്ച് രാഷ്ട്രീയമായും അത്രയ്ക്ക് സ്വാധീനമായിരുന്നു രവിശങ്കറിന്. ജീവിക്കാൻ സ്വന്തം കാശ് കയ്യിലുള്ളതുകൊണ്ട് മാത്രം ടീച്ചർക്ക് ജീവിതം ദുസ്സഹമായില്ല എന്ന് പറയാം. കൂടെ താമസിച്ചപ്പോഴും ആദ്യകാലങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ടീച്ചർ അയാളിലെ നാർസിസിസ്റ്റിനെ തിരിച്ചറിഞ്ഞിരുന്നു. ഒരിക്കലും തിരിച്ചറിവുണ്ടാകാനോ തെറ്റുകൾ തിരുത്താനോ ഇടയില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു അയാളുടേത്. അതുകൊണ്ട് ഭൗതികമായി എന്തെല്ലാം നേടിയാലും അയാളുടെ സ്വകാര്യ ജീവിതം ഒരു പരാജയമായിരിക്കുമെന്ന് ഉറപ്പാണ്. പങ്കാളിക്ക് ഒരിക്കൽ പോലും ഒരു വില കൊടുക്കുകയോ അവരെ അംഗീകരിക്കുകയോ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ഒരു സ്വയം സ്നേഹിയാണ്. അരുന്ധതി തൻ്റെ മകളുടെ ജീവിതം അയാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. മീരയെ ഉന്നത പഠനത്തിന് ഓസ്ട്രേലിയയിലേക്ക് വിട്ടു. പഠനശേഷം അവൾക്ക് അവിടെ ജോലിയുമായി. ഒടുവിൽ മീര സകുടുംബം അമ്മയും കൂട്ടി അവിടെ സ്ഥിരതാമസമാക്കി. അരുന്ധതി ടീച്ചർ ശിഷ്ടജീവിതം തനിക്കിഷ്ടവും സന്തോഷവുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ എഴുത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ്.
ധാരാളം വായനക്കാർക്കും ആരാധകർക്കുമിടയിൽ സകുടുംബം അവിടെ സന്തോഷത്തോടെ കഴിയുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുക. ഇനിയൊരു പുതിയ കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.